ഈ മഴ ചന്നം ചിഹ്നം പെയ്യുന്ന ഈ കർക്കിടകത്തിലെ മഴക്കാലത്ത് മഴയെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ജീവിതത്തിൻ്റെ ചില ഗതിവിഗതികളിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ആനയുടെ കാര്യമാണ്. എല്ലാവരിലും കൗതുകമുണർത്തുന്ന ഒരു ജീവിയാണ് ആന. കരയിലെ ഏറ്റവും വലിയ മൃഗവും അതുതന്നെയാണ്. തലയെടുപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റാർക്കുമില്ലാത്ത ചന്തത്തിൻ്റെ കാര്യമായാലും ആനച്ചന്തമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കരുത്ത് ഇവയിലെല്ലാം മുന്നിലായിട്ടും കാട്ടിലെ രാജാവ് ആനയല്ല, സിംഹമാണ്. എത്ര വലിയ ചങ്ങലയും പൊട്ടിക്കാനുള്ള കരുത്ത് ആനയ്ക്കുണ്ട്. പക്ഷേ ഒരു കട്ടിയുള്ള വടത്തിലോ അധികം വലിപ്പമല്ലാത്ത ഒരു മരത്തിലോ ആ വടം കൊണ്ട് അതിനെ ബന്ധിച്ചിടാൻ മനുഷ്യർക്ക് സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം എന്താണ്? ആനയെ ബന്ധിച്ചിരിക്കുന്ന കുറ്റിയോ ആനയുടെ ബന്ധിച്ചിരിക്കുന്ന ആ മരമോ ഒന്നുമല്ല. ഇവിടെ അവൻ്റെ വിശ്വാസം തന്നെയാണ് പ്രശ്നം. അവനെ അതിനിസാരമായി അതിന് പൊട്ടിക്കാവുന്ന ആ പടത്തിൽ അവനെ തളച്ചിട്ടിരിക്കുന്നത് അവനിലുള്ള ശക്തിയിലുള്ള വിശ്വാസമില്ലായ്മയാണ്. വെറുതെ പരസ്യമല്ല പരസ്യ കമ്പനിക്കാർ പറയുന്നത്. വിശ്വാസം അതല്ലേ എല്ലാം നമ്മുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അതൊരിക്കലും നമ്മിലെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാവരുത്. നമ്മൾ മനുഷ്യരിലും ധാരാളം ശക്തികൾ ഉറങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ വിശ്വാസം, നമ്മളിലുള്ള ആത്മവിശ്വാസക്കുറവ്, ശുഭാപ്തി വിശ്വാസക്കുറവ് നമ്മളെ നേട്ടങ്ങളിൽ നിന്നും നമ്മെ തളച്ചിടുന്നു, ആനയെ പോലെ. ഹിയർ ദി പ്രോബ്ലം ഈസ് നോട്ട് ദി ഹോപ്പ് ബട്ട് ദി ബിലീഫ്. ദാറ്റ്സ് ദി പ്രോബ്ലം. ഒരു ആനപ്പാട്ടൂടെ കേട്ട് നമുക്ക് ഇന്നത്തെ ഈ വിചാരം അവസാനിപ്പിച്ചാലോ? ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവ് തീർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കൺ തുറന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോൻ്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോൻ്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം, ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തു, സ്വർണമല്ലിപ്പൂവ് തീർന്നുവോ.